വാട്ട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മി വൈപെക്സ് ഗെയിമിംഗ്. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പിൾ M4ൻ്റെ ഗൺ സ്കിന്നും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ്. ഈ സ്കിന്ന് നമ്മളെ ഡ്രോപ്സ് ചാനലിലുണ്ട്. ഡ്രോപ്പ് ചാനലിൽ കയറി സപ്പോർട്ട് ആക്കുക. അതേപോലെ തന്നെ ഡ്രോപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കുക. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഡൗൺ ആണ്, അത് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് സെർവറിൽ പോയിട്ട് ഈ വൈറ്റ് M4 സ്കിൻ ബൈ വൈപെക്സ് ഉണ്ടല്ലോ, ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്യുക. അതൊരു സിപ്പ് ആയിട്ടേക്കും കിട്ടുക. ജസ്റ്റ് ആ സിപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കാം. അപ്പം ഒരു DFF ആയിട്ടും TXT ആയിട്ടും വരുന്ന കാണാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസ് സ്റ്റോറേജ് പോവുക. അതിൽ ആൻഡ്രോയിഡ് എടുത്തിട്ട് ഡാറ്റ നമ്മുടെ സാമ്പ് ഉണ്ടല്ലോ, റുണി സാമ്പ്, നിങ്ങളുടെ ഏതാണോ അതായിരിക്കും അവിടെ കാണിക്കുക. എലൈനാണ് എലൈൻ എന്നൊക്കെ ആയിരിക്കും കാണിക്കാം. അതിൽ കയറിയിട്ട് നമ്മളെ ഫയൽസ് തന്നെ പിടിക്കാം, എന്നിട്ട് കോപ്പി എടുക്കാം. അതിനുശേഷം നേരെ ഡിവൈസ് സ്റ്റോറേജിൽ വരാം. ആൻഡ്രോയിഡിലൊന്ന് ഇവിടെ കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്തിടാം. ഇതൊന്ന് പേസ്റ്റ് ആയി വരട്ടെ. നമ്മളെ ഫയൽസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ട ഫയൽസ് ഇവിടെ ആൻഡ്രോയിഡിൽ വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. ഇനി നമുക്ക് നേരെ GTA3 IMG ടൂൾ എടുക്കുക. അതേപോലെ ഈ TXT ടൂളിൻ്റെയും GTA IMG ടൂളിൻ്റെയും ലിങ്ക് ഡ്രോപ്പ് സെർവറിൽ കൊടുത്തേക്കാം. ഈ GTA IMG ടൂളിൽ ക്ലിക്ക് ചെയ്യാം, ഉള്ളിൽ കയറാം. അതിൽ ഓപ്പൺ IMG, അതിൽ നമ്മൾ ആൻഡ്രോയിഡ് സെലക്ട് ചെയ്തിട്ട് ഫയൽസ്, എന്നിട്ട് ഈ TextDB ഏറ്റവും അടിയിലേക്ക് പോയ GTA3.img ക്ലിക്ക് ചെയ്യാം. സെലക്ട് എടുത്തിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അടിയിലുള്ള രണ്ടാമത്തെ ഓപ്ഷനിൽ ആഡ് ഫയൽസ് വിത്ത് റീപ്ലേസ്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ സിസ്റ്റത്തിൻ്റെ അടിയിലുള്ള സ്ലാഷ് ഇതടിച്ച ബാക്കാവും, അത് ബാക്ക് അടിച്ചിട്ട് നമ്മൾ ഡൗൺലോഡ്സ് എടുക്കുക. അതിൽ DFF M4ൻ്റെ DFF മാത്രം സെലക്ട് ചെയ്യുക. പ്രോസസ്സിങ് ആവട്ടെ ഗൈസ്. അതിനുശേഷം 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് റീബിൽഡ് അടിക്കാം. അപ്പം GTA IMG ടൂളത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് TXT ടൂളത്തെയാണ്. ഇത് ലോഡ് ആവട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് TXT ടൂൾ പോവാം. കയറാം, നേരെ TXT ടൂളിൽ പോയിട്ട് താഴത്തെ റോസ് ബോക്സ് ഇല്ലേ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ആൻഡ്രോയിഡ്, എന്നിട്ട് ഫയൽസ്, പുറത്തേക്ക് ഇട്ട ഫയൽസ്, അതിൽ TextDB, അതിൽ രണ്ടാമത്തെ GTINT, അതിൽ GTINT TXT ഡോട്ട് ബോക്സിൽ ക്ലിക്ക് അടിച്ചിട്ട് സെലക്ട് അടിക്കാം. ഒന്ന് പ്രോസസ്സ് ആവട്ടെ. അതിനുശേഷം ഈ പ്ലസ് ഐക്കൺ കണ്ടോ താഴത്തെ റോസ്, അത് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഫ്രം TXT ആർച്ചീവ്സ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഡൗൺലോഡ്സ് പോവുക. അവിടെ ഈ M4ൻ്റെ TXT സെലക്ട് അടിക്കുക. ഗൈസ്, ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഓവർ കൊടുക്കുക. ലാസ്റ്റ് റെഡ്യൂസ് ടെക്സ്ചർ പോക്കിയിട്ട് ആ യൂസ് ഫാസ്റ്റ് ഓവർ ഉണ്ട് ഫസ്റ്റ്, അത് കൊടുത്തിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ, ഒക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. എന്നിട്ട് ഓക്കെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് എടുത്തിട്ട് ഒക്കെ അങ്ങോട്ട് മിനിമൈസ് ചെയ്യുക. അതിനുശേഷം ZRC എടുക്കുക. മിനിമൈസ് മസ്റ്റാണ്. അതിനുശേഷം ആൻഡ്രോയിഡ് ഈ നമ്മളെ ഫയൽസ് ഒന്ന് കോപ്പി ആക്കുക. ഫയൽസ് കോപ്പി ആക്കി ഡാറ്റയിൽ പോവുക. നേരെ നമ്മളെ സാമ്പ് എടുക്കുക. സാമ്പിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് തന്നെ നെക്സ്റ്റ് അപ്ലൈ ടു ഓൾ ഫയൽസ്, പിന്നെ റീപ്ലേസ് ആക്കാം. അത് കുറച്ച് നേരം പിടിക്കും, കാരണം കുറച്ചും കൂടി ഫയൽസ് ആഡ് ആക്കിയതിനെ കൊണ്ടാണ്. ഇതൊന്ന് ഫുൾ ആയതിൻ്റെ ശേഷം ഞാൻ ഒന്നുകൂടി വരാം. ഓക്കെ, ഗൈസ്, അപ്പോൾ നമ്മൾ ആ M4ൻ്റെ സ്കിന്നാണെങ്കിൽ കറക്റ്റ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിത് ചെയ്ത സ്റ്റെപ്പൊക്കെ നോക്കി കറക്റ്റായിട്ട് ചെയ്യാം. ഇനി അതേപോലത്തെ ഡ്രോപ്സ് എന്താണ് ഡ്രോപ്സ് ചാനലിൽ വരാം. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി മുതൽ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഉണ്ടാവും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വേറെ ഒന്നും പറയാനില്ല. ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇറ്റ്സ് മീ വൈപെക്സ് ഗെയിമിംഗ്, സൈൻ ഓഫ്.